ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കഥ വായിച്ചാലോ? ഒരു തവളന്റെ കഥയാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. തവള ഭാഗവതരുടെ കച്ചേരി. ചണ്ടിക്കുളത്തിലെ താമസക്കാരനാണ് ശങ്കുണ്ണിത്തവള. കുളത്തിലെ ചണ്ടിക്കു മുകളിൽ ഇരുന്ന് അവൻ മേക്രോ മേക്രോ എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. തൊട്ടടുത്തുള്ള മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്ന കുറുമ്പിക്കാക്ക ശങ്കുണ്ണിയുടെ ഈ അലർച്ച കേട്ട് അവനെ ഒന്ന് പറ്റിക്കണമെന്ന് തീരുമാനിച്ചു. ശങ്കുണ്ണിയെ, നീ ഇത്ര നല്ല പാട്ടുകാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്ത് രസമാടാ നിന്റെ പാട്ട് കേൾക്കാൻ. നിന്റെ പാട്ട് കേട്ട് കേട്ട് ഞാൻ ഉറങ്ങിപ്പോയതറിഞ്ഞില്ല. കുറുമ്പിക്കാക്ക ശങ്കുണ്ണിയെ ഒന്ന് സുഖിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പാട്ട് പഠിച്ചതേ നമ്മുടെ ആസ്ഥാന ഗായകനായ മാങ്കുയിലിന്റെ അടുത്ത് നിന്ന. അപ്പോൾ പിന്നെ പാട്ട് നന്നാവാതിരിക്കോ കുറുമ്പിയെ? ശങ്കുണ്ണിത്തവള തട്ടിവിട്ടു. അത് നിന്റെ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കുറുമ്പിക്കാക്ക ശങ്കുണ്ണിത്തവളയെ വെറുതെ പൊക്കിക്കൊടുത്തു. കുറുമ്പിക്കാക്ക ഇത് പറഞ്ഞതോടെ താൻ നല്ലൊരു പാട്ടുകാരനാണെന്ന തോന്നൽ ശങ്കുണ്ണിക്കുണ്ടായി. ആലാപനത്തിനുള്ള തന്റെ കഴിവ് എല്ലാരും മനസ്സിലാക്കാൻ വേണ്ടി ശങ്കുണ്ണി മേക്രോ മേക്രോ എന്ന് വീണ്ടും ഒച്ചയിടാൻ തുടങ്ങി. ചണ്ടിക്കുളത്തിലെ തന്നെ അന്തേവാസിയാണ് പുല്ലൻ. ശങ്കുണ്ണിയുടെ മേക്രോ മേക്രോം ശബ്ദം കാരണം പുല്ലന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാതായി. ശല്യം എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് പുല്ലൻ തല പുകഞ്ഞ് ആലോചിച്ചു. പുല്ലൻ ശങ്കുണ്ണിയുടെ അടുത്തു ചെന്നു. എന്തിനാ ശങ്കുണ്ണി ഇത്ര നല്ല പാട്ടുകാരനായിട്ട് നീ ഈ തണുത്ത വെള്ളത്തിലും ചണ്ടിയിലുമായിട്ട് ജീവിക്കുന്നത്? നിന്റെ പാട്ടു കേട്ട് ദേവലോക നർത്തകികൾ വരെ നൃത്തം ചെയ്യുന്നുവെന്നാ കുറുമ്പിക്കാക്ക പറയണത്. ഇവിടെ ജീവിക്കേണ്ടവനല്ല ശങ്കുണ്ണിയെ, ദേവലോകത്ത് ജീവിക്കേണ്ട പുല്ലൻ ശങ്കുണ്ണിയെ വാനോളം പുകഴ്ത്തി. ഇത് കേട്ട ശങ്കുണ്ണിക്ക് അപ്പോൾ ദേവലോകത്ത് എത്തണമെന്നായി ആഗ്രഹം. എടാ പുല്ല, എനിക്ക് ദേവലോകത്ത് പോയി ഒരു കച്ചേരി നടത്തണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടടാ. ദേവലോകത്ത് തന്നെ ഒരു വഴി പറഞ്ഞുതാടാ, ശങ്കുണ്ണി പുല്ലനോട് കൊഞ്ചിയും കിഞ്ചിയും പറഞ്ഞു. ഇതു തന്നെ പറ്റിയ അവസരമെന്ന് പുല്ലൻ മനസ്സിൽ കരുതി. ഇന്നു രാത്രി ആ വലിയ വരമ്പിൽ കൂടി ഒരു പ്രകാശം വരുന്നത് കാണാം. നീ ആ പ്രകാശത്തിന്റെ അടുത്ത് ചെന്ന് എന്നെ ഉടൻ ദേവലോകത്തെത്തിച്ചാലും എന്ന് ഉറക്കെ പറയണം. അത് പറഞ്ഞു തീരുമ്പോഴേക്കും നീ ദേവലോകത്തെത്തിയിരിക്കും. പിന്നെ നീ ആരാ ശങ്കുണ്ണി? പുല്ലന് ശങ്കുണ്ണിക്ക് ഒരു ഉപായം നിർദ്ദേശിച്ചു. കേട്ട് ശങ്കുണ്ണി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. രാത്രിയായപ്പോൾ തോമച്ചൻ തവളകളെ പിടിക്കാനായി പെട്രോമാക്സുമായി ഇറങ്ങി. പാടവരമ്പിലൂടെ ഒരു പ്രകാശം അടുത്തടുത്ത് വരുന്നത് ശങ്കുണ്ണി കണ്ടു. അവൻ ചാടി ചാടി ആ പ്രകാശത്തെ പിന്തുടർന്നു. ഒടുവിൽ തോമച്ചന്റെ മുന്നിൽ ചെന്നപ്പോൾ ശങ്കുണ്ണിയുടെ കണ്ണ് ചിമ്മിപ്പോയി. എങ്കിലും ദേവലോകത്തെത്താനുള്ള ആഗ്രഹത്താൽ എന്നെ ഉടൻ ദേവലോകത്തെത്തിച്ചാലും എന്ന് ശങ്കുണ്ണി ഉറക്കെ പറഞ്ഞു. ശബ്ദം കേട്ട് നോക്കിയ തോമച്ചൻ കണ്ടത് തന്റെ മുന്നിൽ നിൽക്കുന്ന ശങ്കുണ്ണിയെയാണ്. തോമച്ചൻ ശങ്കുണ്ണിയെ വേഗം പിടിച്ച് തന്റെ സഞ്ചിയിലിട്ടു. ശങ്കുണ്ണിയുടെ സംഗീത ജീവിതം അതോടെ അവസാനിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ കഥ ഇഷ്ടപ്പെട്ടോ? ഇതുപോലത്തെ കഥ ഇനിയും കേൾക്കണമെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. അപ്പൊ അങ്ങനെ വീണ്ടും വരാം. ബൈ.